വന്ദനായ മാത്യു വൈദ്യനച്ഛനെ ക്ലാസ്സിലേക്ക് പ്രത്യേകമായിട്ട് സാദരം ക്ഷണിക്കുന്നു. പ്രിയ ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിനന്ദിയ തേവഫിലോസ് തിരുവേനിയോടും നിങ്ങളെല്ലാവരോടുമുള്ള സ്നേഹവും ബഹുമാനവും ആദ്യമായിട്ട് അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥനാപൂർവം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാം. എല്ലാവരുടെയും കയ്യിൽ ബൈബിൾ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ബൈബിൾ തുറന്ന് ഇവിടെ പറയുന്ന വാക്യങ്ങൾ കൂടി ഒന്ന് പഠിച്ചിട്ട് പോകണം. ഇന്നത്തെ പ്രശ്നം പലരും വേദം വാക്യം ശരിയായിട്ട് പഠിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ബൈബിൾ വാക്യങ്ങളൊക്കെ പഠിക്കാൻ ഇവ കുറിച്ചെടുത്ത് വീണ്ടും പഠനം തുടരണം. വീട്ടിൽ പോയും വായിക്കണം, ധ്യാനിക്കണം, പഠിക്കണം. ഇന്നത്തെ നമ്മുടെ വിഷയം പ്രേയർ ഫോർ ദ ഡിപ്പാർട്ടഡ്, ഇന്റർസെഷൻ ഓഫ് ദ സെയിൻസ്. വാങ്ങിപ്പോർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, വിശുദ്ധരുള്ള മധ്യസ്ഥം. അതിനെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തെ നമ്മുടെ പോയിന്റ്, എ ബിലീവർ നെവർ ഡൈസ്. ഒരു വിശ്വാസിക്ക് മരണമില്ല. ഈ വാക്യം നോട്ട് ചെയ്യുമല്ലോ. യോഹന്നാൻ 11:25-26 വാക്യം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്ന ആരും ഒരു നാളും മരിക്കുകയില്ല. They continue to exist. They continue to pray. ഒരു വിശ്വാസിക്ക് മരണമില്ല. അതുകൊണ്ടാണ് നമ്മൾ മരിച്ചവർ എന്നുള്ള വാക്കല്ല ഉപയോഗിക്കുന്നത്, വാങ്ങിപ്പോയവർ എന്നുള്ള വാക്ക്, ദ ഡിപ്പാർട്ടഡ്. പ്രേയർ ഫോർ ദ ഡിപ്പാർട്ടഡ്. ഈ മരണം എന്നുള്ള വാക്ക് നമ്മുടെ സുറിയാനിയിൽ മൗത്തോ എന്ന് പറയും. അതിന്റെ റൂട്ട് പരിശോധിച്ചാൽ ഒരടുപ്പിൽ നിന്ന് മറ്റൊരടുപ്പിലേക്ക് വാങ്ങി വെക്കുന്നതിനെയാണ് മൗത്തോ എന്ന് പറയുന്നത്. ആ വാങ്ങി വെക്കുന്ന അനുഭവമാണ്. ഇല്ലാതാകുന്നില്ല. Continue to exist even after death. അപ്പൊ നമ്മൾ വാങ്ങിപ്പോയവരെന്നാണ് പറയുന്നത്. ഒരു വിശ്വാസിക്ക് മരണമില്ല. മറ്റൊരു വാക്യം ഇതുമായി ചേർത്ത് നമ്മൾ വായിക്കുന്നു. മരിച്ചു കഴിഞ്ഞ് എങ്ങോട്ടാ പോകുന്നു? എവിടെയാ? വാങ്ങിപ്പോയവർ ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. ഫിലിപ്പിയ ലേഖനം 1:23. വാങ്ങിപ്പോയവർ ക്രിസ്തുവിന്റെ കൂടെ വസിക്കുക. നമ്മളൊക്കെ മരിച്ചാല് വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവിനോട് കൂടെയാണ്. പൗലോസ് വ്യക്തമായിട്ട് പറയും, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇല്ലാതാകുന്നില്ല. നമ്മൾ ക്രിസ്തുവിന്റെ കൂടെയാ മരിച്ചാൽ. അതുകൊണ്ട് സന്തോഷത്തോടെ അങ്ങ് മരിക്കാൻ സാധിക്കും. ചിരിച്ചുകൊണ്ട് അങ്ങ് മരിക്കാൻ സാധിക്കും. പ്രത്യാശയോടെ അങ്ങ് മരിക്കാൻ സാധിക്കും. വാങ്ങിപ്പോയവർ ക്രിസ്തുവിന്റെ കൂടെ വസിക്കുന്നു. അപ്പൊ അത് ഇല്ലാതാകുന്നില്ല, ജീവൻ തുടരുകയാണ്. ക്രിസ്തുവിന്റെ കൂടെ. ക്രിസ്തുവിന്റെ കൂടെ വെച്ചാൽ സജീവമാണ്. മറ്റൊരു വാക്യം സങ്കീർത്തനത്തിന് 115 സങ്കീർത്തനം 17-18 വാക്യം. അതായത് വിശ്വാസത്തോടും പ്രത്യാശയോടും വാങ്ങിപ്പോയവർ ദൈവത്തെ സ്തുതിക്കും. നമ്മൾ കണ്ടു, എ ബിലീവർ നെവർ ഡൈസ്. ഡെത്ത് മീൻസ് ബീയിങ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ കൂടെയാണ് മരണമെന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ കൂടെ ആയിരിക്കുക എന്നുള്ളത്. ദ ഡിപ്പാർട്ടഡ് വൺസ് പ്രൈസ് ദ ലോർഡ് ഓൾവേസ് ഫോർ എവർ. ആ വാക്യം നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കണം. 115 സങ്കീർത്തനം 17-18 വാക്യം.
പലരും ആ വാക്യത്തിന്റെ പകുതി പറഞ്ഞങ്ങ് നിർത്തും. എന്താണ്? മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവർ ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. അത്ര അങ്ങ് പറഞ്ഞ് നിർത്തും. ആ വാക്യം തീരുന്നില്ല. നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ വാഴ്ത്തും. വി വിൽ പ്രൈസ് ഗോഡ് ഫോർ എവർ. എന്നേക്കും യഹോവയെ വാഴ്ത്തും. അവിടെ മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും എന്ന് പറഞ്ഞ ആരാണ്? വിശ്വാസവും പ്രത്യാശയില്ലാത്തവരാണ്, മൗനതയിലാണ് മരിച്ചവർ അവിടെ പറയും. എന്നാൽ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ വിശ്വാസവും പ്രത്യാശയും ഉള്ളവരാണ്. അപ്പൊ നമ്മുടെ അനുഭവം, നാമോ എന്നേക്കും യഹോവയെ വാഴ്ത്തും. ജീവിച്ചിരിക്കാൻ മാത്രമല്ല, മരണം വരെ മാത്രമല്ല, എന്നേക്കും എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. വിൽ പ്രൈസ് ഗോഡ് ഫോർ എവർ. മരണം വരെ മാത്രമല്ല യഹോവയെ സ്തുതിക്കുന്നത്, എന്നേക്കും സ്തുതിക്കും. മരിച്ചു കഴിഞ്ഞ് സ്തുതിച്ചുകൊണ്ടിരുന്നു. വിശ്വാസവും പ്രത്യാശയുമുള്ളവർ എന്നേക്കും സ്തുതിക്കുമെന്നാണ് ആ വാക്യം. മറ്റൊരു പോയിന്റ്, 4-ാമത്തെ പോയിന്റ്. ഞാൻ ഓരോ പോയിന്റ് വാക്യങ്ങൾ പറയാം. ഈ വാങ്ങിപ്പോയവർ ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കും. ലോകം അവിടെ ഇൻക്ലൂസീവ്. ലോകം, മനുഷ്യർ, എല്ലാത്തിനു വേണ്ടി, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. വെളിപാട് പുസ്തകം 6-ാം അധ്യായം 9-10 വാക്യം. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോ ദൈവവചന നിമിത്തം തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായി അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കുമെന്ന് അവർ ഉറക്ക നിലവിളിച്ചു. ഇവിടെ the departed people pray for the world. ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കും. അവർക്ക് നിലവിളിച്ച് പറയുകയാണ്. ആ വാങ്ങിപ്പോയവരുടെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ആ വാങ്ങിപ്പോയവർ ദൈവസന്നിധിയിൽ ഭൂമിയിൽ ഇരിക്കുന്ന നമുക്ക് വേണ്ടി നിലവിളിക്കും, പ്രാർത്ഥിക്കും, അപേക്ഷിക്കും. മറ്റൊരു വാക്യം, റോമലേഖനം 8-ാം അധ്യായം 38-39 വാക്യം. റോമർ 8:38-39. മരണത്തെക്കുറിച്ച് ബൈബിളിന്റെ കാഴ്ചപ്പാട് പറയുക. ഡെത്ത് ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് സെപ്പറേറ്റിംഗ് us ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കാൻ കഴിയുകയില്ല, ഉറച്ചിരിക്കുന്നു. മരണത്തിന് ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നമ്മെ വേർതിരിക്കാൻ സാധ്യമല്ല. ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് മരണം നമ്മെ വേർതിരിക്കുന്നില്ല. Death is not capable of separating us from the love of Christ. അപ്പൊ മരണാനന്തരവും നാം ക്രിസ്തുവിനെ സ്നേഹിക്കും, ക്രിസ്തു നമ്മളെ സ്നേഹിക്കും. അപ്പൊ മരണം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നില്ല. അപ്പൊ മരണത്തെക്കുറിച്ച് ബൈബിളിന്റെ വിവിധ കാഴ്ചപ്പാടുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വാക്യം 2 കൊരിന്ത്യർ 5:9. We can please God even after death. മരണശേഷവും നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും. ബൈബിൾ വ്യക്തമായിട്ട് പറയാം, മരണശേഷവും നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും. വി ക്യാൻ പ്ലീസ് ഗോഡ് ഈവൻ ആഫ്റ്റർ ഡെത്ത്. എന്താണ് ആ വാക്യം? അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടകന്നാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. മരണാനന്തരവും നാം ദൈവത്തെ പ്രസാദിപ്പിക്കും. വി ക്യാൻ പ്ലീസ് ഗോഡ്. പ്രാർത്ഥിക്കാൻ കഴിയും, ദൈവ സംസർഗത്തിൽ ജീവിക്കാൻ കഴിയും,
ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്തെല്ലാം കഴിയും അതൊക്കെ നമുക്ക് കഴിയും മരണാനന്തരവും. വി ക്യാൻ പ്ലീസ് ഗോഡ്. മറ്റൊരു വാക്യം 1 പത്രോസ് 4-ാം അധ്യായം 6-ാം വാക്യം. 1 പത്രോസ് 4:6. ദ ഡിപ്പാർട്ടഡ് പീപ്പിൾ ആർ എലൈവ്. അവർ ജീവിക്കുക. വ്യക്തമായിട്ട് പറയാൻ, വാങ്ങിപ്പോയവർ ജീവിക്കുന്നു. 1 പത്രോസ് 4:6. ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്. കർത്താവ് പാതാളത്തിൽ ചെന്ന് മരിച്ചവരോട് സുവിശേഷം അറിയിച്ചായിട്ട് പറയും. ഇതിനായിട്ടല്ലോ മരിച്ചവരോട് സുവിശേഷം അറിയിച്ചത്. അവർ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. ആത്മാവിനൊത്തവണ്ണം അവർ ജീവിക്കും. ഈ മരണം എന്ന് പറയുന്നത് ബൈബിളിൽ കാണുന്നത് ശരീരത്തിന്റെ മരണമുണ്ട്, ആത്മാവിന്റെ മരണമുണ്ട്. മനുഷ്യൻ എന്ന് പറയുന്നത് ശരീരം മാത്രമല്ല. കാരണം കുറെ വർഷങ്ങൾ മുമ്പ് സങ്കല്പിക്കുക, ഒരു 5, 6, 8, 10 വർഷങ്ങൾ മുമ്പ് എന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഒരു കോശം പോലും ഇപ്പോഴില്ല. സെൽ എല്ലാം മരിച്ചു, പുതിയ കോശങ്ങളാണ്. പക്ഷെ ഞാൻ തന്നെ. കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്നിൽ ഉണ്ടായിരുന്ന ഒരു സെല്ല് ഇപ്പോഴില്ല. ഞാൻ തന്നെ. ശരീരം മാത്രമല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അപ്പുറമായ ചില കാര്യങ്ങൾ. പണ്ട് ഗ്രീക്ക് തത്വജ്ഞന്മാർ ട്രൈക്കോട്ടമി പറഞ്ഞു. മനുഷ്യൻ എന്ന് വെച്ചാൽ ശരീരം, മനസ്സ്, ആത്മാവ്, 3 കാര്യങ്ങൾ. മറ്റു പല രാജ്യക്കാരും ഇന്ത്യ ഉൾപ്പെടെ ദേഹവും ദേഹി, ശരീരവും ആത്മാവും അതിനെക്കുറിച്ച് പ്രതിപാദിച്ചു തത്വശാസ്ത്രജ്ഞൻ, തത്വചിന്തകൻ. ഇപ്പൊ ശരീരം മാത്രമാണ് മനുഷ്യനെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. ആരും പറയുന്നുമില്ല. അതിനപ്പുറം ചില കാര്യങ്ങളുണ്ട്. ശരീരത്തിന് വേണ്ടി മാത്രം കരുതിയാൽ പോരെ, ആത്മാവിന് വേണ്ടി ഭക്ഷണം കഴിക്കണം നമ്മൾ. കാരണം ശരീരം മാത്രമല്ല മനുഷ്യൻ, ആത്മാവ് ജീവിക്കുന്നു. മരണം, ശരീരത്തിന്റെ മരണമുണ്ട്, ആത്മാവിന്റെ മരണമുണ്ട്. ആത്മാവിന്റെ മരണത്തെ കുറിച്ചാ പറഞ്ഞു. കാമുകിയായവളോ ജീവിച്ചിരിക്കെ തന്നെ ചത്തവൾ. മുടിയപുത്രനെ കുറിച്ച് പറഞ്ഞു, ഇവൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ തിരികെ വന്നിരിക്കുന്നു. അവിടെ മരിച്ചവൻ എന്നൊക്കെ പറയുന്നത് പാപത്തിൽ മരിച്ചവരെ കുറിച്ച്, ആത്മാവിൽ മരിച്ചവരെ കുറിച്ച്. അപ്പൊ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് തന്നെ അവരുടെ ആത്മാവ് നഷ്ടപ്പെടുത്തിയെന്ന അനുഭവം അവിടെ പറഞ്ഞേ. പാപത്തിൽ മരിക്കുന്നു, ആത്മാവിൽ മരിക്കുന്നു. അപ്പൊ 2 തരം മരണത്തെ കുറിച്ച് ബൈബിൾ സൂചനയുണ്ട്. കർത്താവ് പാതാളത്തിൽ പോയി മരിച്ചവരുടെ സുവിശേഷം അറിയിച്ചു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മരിച്ചവർക്ക്, വാങ്ങിപ്പോയവർക്ക് കേൾക്കാൻ കഴിയും. They can hear. 1 പത്രോസ് 4:6 പറയാൻ, വാങ്ങിപ്പോയവർ കേൾക്കാൻ കഴിയും, വാങ്ങിപ്പോയവർക്ക് സംസാരിക്കാൻ കഴിയും. ലൂക്കോസ് 9:30. They can talk. They can hear, they can talk. ലൂക്കോസ് 9:30. വാങ്ങിപ്പോയവർക്ക് കേൾക്കാൻ കഴിയും, വാങ്ങിപ്പോയവർക്ക് സംസാരിക്കാൻ കഴിയും. എന്താണ് ലൂക്കോസ് 9:30? 2 പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു, മോശയും ഏലിയാവും തന്നെ. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി അവൻ യെരൂശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വാങ്ങിപ്പോയ മോശ ഏലിയാവും പ്രത്യക്ഷനാണ്. കർത്താവും മോശയും ഏലിയാവും സംസാരിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. ഇപ്പൊ ബൈബിളിന്റെ കാഴ്ചപ്പാടതാണ്. They can hear, they can speak. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി മോശയും ഏലിയാവും യെരൂശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. അപ്പൊ അവർക്ക് സംസാരിക്കാൻ കഴിയും വാങ്ങിപ്പോയത്. വീണ്ടും അവർക്ക് ആരാധിക്കാൻ കഴിയും. The departed people can talk, can see, can worship God. They can hear. ആരാധിക്കാൻ കഴിയും. വെളിപാട് പുസ്തകം 7:15. They can worship. വാങ്ങിപ്പോയവർക്ക് ആരാധിക്കാൻ കഴിയും. വെളിപാട് 7:15. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന്
അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. അതിന്റെ പശ്ചാത്തലം നോക്കിയാൽ അറിയാം. വാങ്ങിപ്പോരെ വിവരിക്കുന്ന ഈ ലോകം വിട്ട് കടന്നുപോയവരുടെ അനുഭവങ്ങളെ കുറിച്ച് പറയുകയാണ്. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ വാങ്ങിപ്പോയവർ ആരാധിക്കും. നമ്മളിവിടെ ആരാധിക്കുമ്പോ വാങ്ങിപ്പോയവരുടെ ആരാധനയിൽ നമ്മൾ പങ്കുചേരും. ബൈബിളിൽ ആരാധനയ്ക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന പദം അബോധ എന്നുള്ള വാക്കാണ്. സെമിറ്റിക് ഭാഷയിലെ പൊതു റൂട്ടാണ് ഈ അബോധ. സെമിറ്റിക് ഭാഷകൾ നമുക്കറിയാം. ഷേം, ഹാം, യാഫത്ത്. അതിലെ ഷേമിന്റെ സന്തതി പറഞ്ഞവർ സംസാരിച്ച ഭാഷയാണ് സെമിറ്റിക് ഭാഷകൾ. ഹീബ്രു, അറമൈക്, അറബിക്, സിറിയക് ഇതൊക്കെ സെമിറ്റിക് ഭാഷ. മറ്റെല്ലാ ഭാഷയും ഇടത്തുനിന്ന് വലത്തോട്ടാണ്. സെമിറ്റിക് ഭാഷ വലത്തുനിന്ന് ഇടത്തോട്ടായിരുന്നു. അപ്പൊ അതിലെ പൊതു റൂട്ടാണ് അബോധ. അബോധ എന്ന വാക്കിന്റെ അർത്ഥം ടു പാർട്ടിസിപ്പേറ്റ്. ബൈബിൾ ഒരു ഡിക്ഷണറിയുടെ അല്ലെങ്കിൽ കമന്ററിയുടെ സഹായത്തോടെ പഠിച്ചാൽ, ഈ അബോധ എന്ന വാക്ക് പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ടു പാർട്ടിസിപ്പേറ്റ്, പങ്കുചേരുക എന്നതിന്റെ അർത്ഥം. അപ്പൊ വാങ്ങിപ്പോയവരുടെ ആരാധനയിൽ നമ്മളും പങ്കുചേരുക. അതാണ് നമ്മുടെ ആരാധന. ഈ പ്രപഞ്ചം മൊത്തം ആരാധിക്കുകയാണ് അതിൻ്റെതായ ഭാഷയിൽ. ഈ പ്രപഞ്ചം ഒരു വലിയ സിസ്റ്റമാണ്. മനുഷ്യരാശി ഒരു ചെറിയ സിസ്റ്റമാണ്, ഒരു സബ് സിസ്റ്റമാണ്. എ സബ് സിസ്റ്റം ഇൻ എ ഗ്രേറ്റർ സിസ്റ്റം. ഇത് തമ്മിൽ പൊക്കിൾ കൂടി ബന്ധമാണ്, തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രപഞ്ചം അതിൻ്റെതായ ഭാഷയിൽ ആരാധിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. പിതാക്കന്മാർ പഠിപ്പിക്കുന്നു, ആരാധിക്കുന്നു. ഈ പ്രപഞ്ചം ആരാധിക്കുന്നു. അടുത്ത കാലത്ത് ഒരു പുസ്തകം ഇറങ്ങി, ദ യൂണിവേഴ്സ് ഇസ് എ വയലിൻ. വയലിൻ സംഗീതോപകരണം. ഈ പ്രപഞ്ചം അതിൻ്റെ ഭാഷയിൽ ആരാധിക്കുകയാണ്. ബൈബിൾ പറഞ്ഞില്ലേ, നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ, പാട്ടുപാടിയില്ലെങ്കിൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും. നിങ്ങൾ പാട്ടുപാടി സ്തുതിച്ചില്ലെങ്കിൽ കല്ലുകൾ ആർത്തു വിളിക്കും. കർത്താവ് പറഞ്ഞ വാചകമാണ്. കർത്താവ് വെറുതെ പറഞ്ഞല്ല. മോഡേൺ സയൻസ് എന്താ പറയുന്നത്? ഈ കല്ലിനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ കട്ട് ചെയ്യുകയാണ്. നമ്മൾ പണ്ട് പറയും ആറ്റം, ഏറ്റവും ചെറിയ ഘടകമാണ് ആറ്റം. ഇപ്പൊ അത് മാറി, വീണ്ടും വിഭജിക്കാം. ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ വിഭജിക്കാം ആറ്റം. ഇപ്പം ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഈ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ അതിനകത്ത് തന്നെ മൂവിങ്, ഡൈനമിക്, റൊട്ടേറ്റിംഗ് പാർട്ടിക്കിൾസ് ഉണ്ടാകും. സജീവമായ, ചലനാത്മകമായ, ജീവനുള്ള ഘടകങ്ങളുണ്ട്, എലിമെന്റ്സ് ഉണ്ട്, പാർട്ടിക്കിൾസ് ഉണ്ട്. ഒരണുവിൽ തന്നെ ചലനാത്മകമാണ് ഈ പ്രപഞ്ചം. അതിന്റെ ഭാഷ നമുക്കറിയാൻ പാടില്ല. അതിന്റെ ഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ദ ഹോൾ യൂണിവേഴ്സ് ഈസ് എ വയലിൻ, ഒരു സംഗീത ഉപകരണമാണ്. ഇത് ലോകം മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം. അപ്പൊ ഈ ഒരു വലിയ സമൂഹത്തിന്റെ ആരാധനയിൽ നമ്മളും പങ്കുചേരുന്ന അനുഭവമാണ് നമ്മുടെ ആരാധന. അപ്പൊ വാങ്ങിപ്പോയവർ കേൾക്കുന്നു, സംസാരിക്കുന്നു, ആരാധിക്കുന്നു. ബൈബിൾ പറയും. അതുപോലെ ധനവാന്റെ ലാസറിന്റെ ഉപമ നമുക്കറിയാം. ലൂക്കോസ് 16:26-27 വാക്യം. ധനവാൻ തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ധനവാൻ കടന്നു പോകുന്ന അവസ്ഥയില്, ആ മരണാനന്തര അവസ്ഥയില് പ്രാർത്ഥിക്കുക, അപേക്ഷിക്കുക. ജീവനോടിരിക്കുന്നവർക്ക് വേണ്ടി, തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ബ്രാവിന്റെ മറുപടി, ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ഒരു പിളർപ്പുണ്ട്. മരിച്ചുപോയ ധനവാൻ സംസാരിക്കുന്നു, അപേക്ഷിക്കുന്നു. കർത്താവ് പറഞ്ഞ ഉദാഹരണം പൊട്ടക്കഥയല്ല. കർത്താവ് അങ്ങനെ തമാശ പറയുന്ന ആളല്ലല്ലോ. അർത്ഥവത്തായ വാക്കുകളല്ലേ കർത്താവ് പറയുന്നു. ഈ കല്ലുകൾ ആർത്തു വിളിക്കും, സത്യമാണത്. അതിനൊരു ഭാഷയുണ്ട് ഈ പ്രപഞ്ചത്തിന്. ആ ആരാധന നമ്മൾ പങ്കുചേരുക. കർത്താവ് പറഞ്ഞ ധനവാന്റെ ലാസന്റെ ഉപമ, ആ മരണാനന്തര അവസ്ഥയിലും ധനവാൻ അപേക്ഷിക്കുകയും സംസാരിക്കുകയും. വീണ്ടും എബ്രായർ 11:4, എബ്രായർ 11:4 മരിച്ചുപോയർ സംസാരിക്കുന്ന കാര്യം വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. എബ്രായർ 11:4 മരിച്ച ശേഷവും
അവൻ, ആരാണ് അവൻ എന്ന് പറയുന്നത് അറിയാമോ? മരിച്ച ശേഷവും അവൻ, ആരാണ് അവൻ? ഹാബേൽ. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എബ്രായർ 11:4. മരിച്ച ശേഷവും ഹാബേൽ വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വാങ്ങിപ്പോയവരുടെ അവസ്ഥ ഏതാണ്? They can talk, they can hear, they can worship, they are active, they are dynamic, they can participate in our worship, we can participate in their worship. ആരാധനയിൽ പങ്കുചേരുന്നു. വീണ്ടും നമുക്കറിയാം, പൗലോസ് അപ്പോസ്തലൻ മരിച്ചുപോയ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേരറിയാം, ഒനേസിഫോറസ്. ആ വാക്യം നോട്ട് ചെയ്തോണം. 2 തിമോത്തിയോസ് 1-ാം അധ്യായം 16 മുതൽ 18 വരെ. 2 തിമോത്തിയോസ് 1:16 മുതൽ 18 വരെ. പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫോറസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ. ആ പശ്ചാത്തലം വായിച്ചാൽ നമുക്കറിയാം. ഒനേസിഫോറസ് മരിച്ചുപോയെന്ന് വ്യക്തമാണ്. ആ പശ്ചാത്തലം വായിക്കുമ്പോൾ നമുക്കറിയാം. ആ ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവിന് സംഗതി വരുത്തട്ടെ. ആ ദിവസത്തിൽ, ന്യായവിധി ദിവസത്തിൽ, കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്താൻ കർത്താവ് അവന് സംഗതി വരുത്തട്ടെ. മരിച്ച ഒനേസിഫോറസിന് വേണ്ടിയുള്ള പൗലോസിന്റെ വ്യക്തമായ പ്രാർത്ഥനയാണ്. മരിച്ച വ്യക്തിക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കും, ഒനേസിഫോറസിന് വേണ്ടി. ആ വാക്യമൊക്കെ നിങ്ങൾ വായിക്കണം, വീട്ടിൽ പോയി വായിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. എന്റെ പശ്ചാത്തലത്തും കൂടെ മനസ്സിലാക്കണം. ദ ബൈബിൾ വേർഡ്സ് മസ്റ്റ് ബി അണ്ടർസ്റ്റുഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ്. എന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വീണ്ടും നമുക്കറിയാം, മരിച്ചവരുടെ അവസ്ഥയെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു പഠിപ്പിക്കലാണ് രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 20-ാം വാക്യം. രൂത്ത് 2:20. God is kind towards the dead people also. ദൈവം മരിച്ചവരോട് കരുണ ചെയ്യും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, കരുണ ചെയ്യണമേ, കരുണ ചെയ്യണമേ. മരിച്ചവരോട് കരുണ ചെയ്യുന്നു വ്യക്തമായി പഠിപ്പിക്കുകയാണ്. രൂത്ത് 2:20 ഞാൻ വായിക്കും. ജീവനുള്ളവരോടും മരിച്ചവരോടും ദയ വിടാതിരിക്കുന്ന യഹോവ അവരോട് കരുണ ചെയ്യുമാറാകും. അവനോട്, അവൻ ആരാന്ന് പറയാമോ? അവനോട് കരുണ ചെയ്യുമാറാകട്ടെ. ആരാണ്? ബോസ്. ബോസിനോട് കരുണ ചെയ്യുമാറാകട്ടെ. രൂത്തിന്റെ അമ്മായിമ്മ പറഞ്ഞ കാര്യം. ജീവനുള്ളവരോടും മരിച്ചവരോടും ദയവിടാതിരിക്കുന്ന യഹോവ അവനോട് കരുണ ചെയ്യുമാറാകട്ടെ. അപ്പം ജീവനുള്ളവരോടും മരിച്ചവരോടും ദയവിടാതിരിക്കുന്ന യഹോവ. ദൈവം ജീവനുള്ളവരോട് കരുണ കാണിക്കുന്നു, മരിച്ചവരോടും ദയ കാണിക്കുന്നു. എന്റെ ആ അഡ്ജക്റ്റീവ് നോക്കിയേ, ദൈവത്തിനുള്ള വിശേഷണം നോക്കിയേ. ജീവനുള്ളവരോടും മരിച്ചവരോടും ദയവിടാതിരിക്കുന്ന യഹോവ. ഇങ്ങനെയുള്ള വാക്യങ്ങൾ ഈ പ്രോട്ടസ്റ്റുകാരൊന്നും കാണുന്നില്ല. ബൈബിളിലെ ഒത്തിരി വാക്യങ്ങൾ അവർ കാണുന്നില്ല. അതാണ് പരാജയം. അവർ പഠിക്കുന്നില്ല, കാണുന്നില്ല. അതൊക്കെ തള്ളിക്കളഞ്ഞേക്കാം. ജീവനുള്ളവരോടും മരിച്ചവരോടും ദയവിടാതിരിക്കുന്ന യഹോവ അവനോട് കരുണ ചെയ്യുമാറാകും. വീണ്ടും മുമ്പേ ഒരു വാക്യം കണ്ടു, മത്തായി 17:3. മോശയും ഏലിയാവും സംഭാഷിച്ചു എന്നുള്ള വാക്യമാണ്. അത് പല വാക്യങ്ങളിലുണ്ട്. സിനോപ്റ്റിക് ഗോസ്പൽസിലൊക്കെ ഉണ്ട്. സമവിഷ്ണ സുവിശേഷങ്ങൾ മത്തായി 17:3 ഉണ്ട്. ആ വാക്യം നിങ്ങൾ വായിക്കണം. മോശയും ഏലിയാവും അവരോട് സംഭാഷിക്കും. അതുപോലെ എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്, നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു വലിയ സമൂഹം, സാക്ഷികളുടെ ഒരു വലിയ സമൂഹം. The departed people are alive as the witnesses. അവർ സാക്ഷികളാണ്. സാക്ഷികളുടെ ഒരു വലിയ സമൂഹമാണ്. എബ്രായർ 12:1. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിലനിൽക്കുന്നത് കൊണ്ട്
സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം, അത് ജീവനോടിക്കൽ മാത്രമല്ല, മരിച്ചവരെ ഉൾപ്പെടുന്ന വലിയ സമൂഹം, സാക്ഷികൾ വാങ്ങിപ്പോരുടെ സമൂഹം കൂടിയാണ്. ജീവനുള്ള സമൂഹവും വാങ്ങിപ്പോരുടെ സമൂഹവുമാണ്. സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമാണ്. എബ്രായർ 11:4 ഹാബേലിനെ കുറിച്ച്. മരിച്ച ശേഷം അവൻ വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പറയുന്നു. കണ്ടല്ലോ, ഈ ജീവനോടിരിക്കുന്നവരും വാങ്ങിപ്പോയവരും ഒരു പ്രത്യേക അവസ്ഥയിലാണെന്ന് പറയും ബൈബിൾ. എന്തോ അവസ്ഥയിലാണ്? വളർച്ചയുടെയും ശുദ്ധീകരണത്തിന്റെ അവസ്ഥയിൽ. They are in the state of growth and sanctification. The living people and the departed people are in the state of growth and sanctification. ജീവനോടിരിക്കുന്നവർ വാങ്ങിപ്പോയവരും വളർച്ചയുടെയും ശുദ്ധീകരണത്തിന്റെ അവസ്ഥയിലാണ്. കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെയും വളർച്ചയുടെയും ശുദ്ധീകരണത്തിന്റെ അവസ്ഥയിലാണ്. നിങ്ങൾ ആ വാക്യങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. ഞാൻ 3 വാക്യങ്ങൾ പറയാം. ഫിലിപ്പിയർ 1:4, 1 കൊരിന്ത്യർ 1:8, 1 തെസ്സലോനിക്കർ 5:23. ഫിലിപ്പിയർ 1:4, 1 കൊരിന്ത്യർ 1:8, 1 തെസ്സലോനിക്കർ 5:23. വീട്ടിൽ പോയി വാക്യങ്ങൾ വായിക്കണം. ജീവനോടിരിക്കുന്നവരും മരിച്ചുപോയവരും വളർച്ചയുടെയും ശുദ്ധീകരണത്തിന്റെ അവസ്ഥയിൽ. വീണ്ടും നമ്മൾ കാണുന്നു വെളിപാട് പുസ്തകം 7-ാം അധ്യായം 15-ാം വാക്യം. The book of Revelation 7:15. എന്താണ് അതിന്റെ അർത്ഥം? വെളിപാട് 7:15 ഞാൻ വായിക്കും. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. ആ വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. വീണ്ടും വീണ്ടും നമ്മൾ പഠിക്കേണ്ട ഒരു വാക്യം. അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ ആരാധിക്കുന്നു, രാവും പകലും ആരാധിക്കുന്നു. അതേ ആശയം വെളിപാട് പുസ്തകം 7:9, 10 നമ്മൾ കാണുന്നു. വെളിപാട് 7:9, 10. മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് ആർത്തു വിളിക്കുന്നു. മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് ആർത്തു വിളിക്കുന്നു. ആ വാക്യങ്ങളിലൊക്കെ ദൈവത്തിന്റെ സിംഹാസനം മുമ്പ് ഇരുന്ന് രാപ്പകൽ ആരാധിക്കുന്ന ഒരു സമൂഹത്തെ കുറിച്ച് കാണുക. റോമർ 8:26. വീണ്ടും റോമർ 8:26, 2-ാം ഭാഗം, ബി, 2-ാം ഭാഗം. റോമർ 8:26, 2-ാം ഭാഗം. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ സഹായം ലഭിപ്പാൻ നമുക്കും നമ്മുടെ വാങ്ങിപ്പോയവർക്കും പരിശുദ്ധാത്മാവിന്റെ സഹായം ലഭിപ്പാൻ നാം പ്രാർത്ഥിക്കണം. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതാണ്. We pray for the souls in order that they may be helped by the Holy Spirit in their prayer. അതുപോലെ നമുക്കറിയാം 1 പത്രോസ് 3:19 കർത്താവ് മരിച്ചവരുടെ ആത്മാക്കളോട് പ്രസംഗിക്കുന്നതിനെ കുറിച്ച് വീണ്ടും നമുക്ക് കാണുകയാണ്. 1 പത്രോസ് 3:19. ആത്മാവിൽ അവൻ ചെന്നു പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. വാങ്ങിപ്പോയവരുടെ സമൂഹത്തോട്, മരണപ്പെട്ടവരോട് പ്രസംഗിച്ചു എന്നാണ്. വീണ്ടും നമ്മൾ കാണുന്നു പുതിയ നിയമത്തിൽ പറുദീസായിൽ വാങ്ങിപ്പോയവർ സജീവനാണ്. വാങ്ങിപ്പോയവരുടെ അവസ്ഥ എന്താണ്? അവർ പറുദീസായിൽ സജീവനാണ്. ആ വാക്യം ഞാൻ വായിക്കാം. ലൂക്കോസ് 23:43. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിരിക്കും, സത്യമാ നിന്നോട് പറയുന്നത്.
പറുദീസായിലിരിക്കും, അവിടെ ഇല്ലാതാവുകയല്ല, എന്നോടുകൂടി പറുദീസായിലിരിക്കും. പറുദീസായിൽ ആയിരിക്കുന്ന അവസ്ഥ മീൻസ് ദേ ആർ ആക്റ്റീവ്, ദേ ക്യാൻ പ്രേ, ദേ ക്യാൻ ടോക്ക്, ദേ ക്യാൻ ഹിയർ. സജീവാവസ്ഥയിലാണ്. നീ ഇന്ന് എന്നോടുകൂടി പറുദീസായിലിരിക്കും. അപ്പൊ വാങ്ങിപ്പോയുടെ അവസ്ഥ പറുദീസായിൽ സജീവമായി ഇരിക്കുന്ന അവസ്ഥയാണ്. നമുക്ക് ചിന്തിച്ചേക്കാം, ഈ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എന്ത് പ്രയോജനം കിട്ടും? പലരും ചോദിക്കുന്ന ഒരു കാര്യം, എന്ത് പ്രയോജനം കിട്ടും? ഇന്നെല്ലാം ബിസിനസ് മൈൻഡ് ആണല്ലോ. എന്ത് ലാഭം കിട്ടും? എന്ത് പ്രയോജനം കിട്ടും? മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എന്ത് പ്രയോജനം കിട്ടും? ഇങ്ങോട്ടും ഇങ്ങോട്ടും നാം പ്രാർത്ഥിക്കണമല്ലോ, ജീവിച്ചിരിക്കുമ്പോൾ കൂടി പ്രാർത്ഥിക്കണമല്ലോ. പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രായോഗിക ലാഭത്തിനല്ല. പ്രാർത്ഥന നമ്മുടെ കടമയാണ്. പ്രാർത്ഥന ശ്വാസോച്ഛ്വാസം പോലെ. പ്രേയർ ഇസ് നോട്ട് പ്രാഗ്മാറ്റിക് കൺസേൺസ്. പ്രായോഗിക ലാഭം കിട്ടാനല്ല പ്രാർത്ഥിക്കുന്നത്. എന്ത് ലാഭം കിട്ടുമെന്നുള്ള പ്രശ്നമേ അല്ല നമുക്ക്. നമ്മുടെ മനുഷ്യത്വത്തിന്റെ കടമയാണ്, സൃഷ്ടിയുടെ കടമയാണ് സൃഷ്ടാവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളത്, പ്രാർത്ഥിക്കുക എന്നുള്ളത്, എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഇറ്റ് ഈസ് ലൈക്ക് ബ്രീതിങ് പ്രോസസ് പോലെ. If you are benefited by the prayers of the people on earth, we will be benefited by the prayers of departed saints also. പൗലോസ് പല പ്രാവശ്യം പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കണം. ആവർത്തിച്ച് എല്ലാ ലേഖനങ്ങളിലും പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ ഇതിനകത്ത് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചും. ജീവിച്ചിരിക്കുമ്പോൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിപ്പോരും ജീവിക്കുകയാണ്. They continue to live, they continue to exist. അതേ തത്വം തന്നെയാണ്. ജീവിച്ചിരിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർത്ത് പ്രാർത്ഥിക്കുന്ന അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് മരിച്ചവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നത്. ബിക്കോസ് they live, they continue to live, exist. We will be benefited by the prayers of departed people also. ജീവിച്ചിരിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുന്നതിൽ പ്രയോജനം ഉണ്ടെങ്കിൽ മരിച്ചവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുന്നതിനും പ്രയോജനമുണ്ട്. ജീവനോടിരിക്കുന്നവർ മരിച്ചവരും തമ്മിൽ സംസർഗത്തിനും പ്രയോജനമുണ്ട്. ആ പ്രയോജനമല്ല നമുക്ക് പ്രധാനം, സംസർഗമാണ്, മനുഷ്യരുടെ സംസർഗമാണ്, സമസൃഷ്ടികളുടെ കമ്മ്യൂണിയൻ. പ്രായോഗിക ലാഭത്തിന് വേണ്ടിയല്ല, പ്രാഗ്മാറ്റിക് കൺസേൺസ് അല്ല നമ്മളെ ഭരിക്കേണ്ടത്. നമ്മുടെ കടമയാണ്, ശ്വാസോച്ഛ്വാസം പോലെ സൃഷ്ടിയുടെ കടമയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളതിനകത്ത് എല്ലാവരും ഉണ്ട്. ഈ ലോകം വിട്ട് കടന്നു പോയവരും സജീവരാണ്, ജീവിക്കുന്നവർ അവരും ഉണ്ട്. ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു, മരണാനന്തരം നാം കടന്നു പോകുന്നത് ഒരു വലിയ സമൂഹത്തിന്റെ അടുക്കലേക്കാണ്. ഒരു വലിയ സമൂഹത്തിന്റെ അടുക്കലേക്കാണ് നാം കടന്നു പോകുന്നത്. എബ്രായർ 12:22-24 വരെ. എബ്രായർ 12:22-24 വരെ. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിനും നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദ്യാത്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതു നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലേക്ക് അത്രേ നിങ്ങൾ വന്നിരിക്കുന്നു. ജീവനോടിരിക്കുന്നവർ മറ്റൊരവസ്ഥയിലേക്ക് വരിക മരണാനന്തരം. നിങ്ങൾ വന്നിരിക്കുന്ന ആരുടെ അടുക്കലേക്കാ? ദൈവമായ ന്യായാധിപതി അടുക്കലേക്കാണ്, സിദ്ധന്മാരായ നീതിമാന്റെ അടുക്കലേക്കാണ്. അതിനാണ് വിശുദ്ധന്മാർ എന്ന് പറയുന്നത്. യേശുവിന് ഹാബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അത്രേ ഒരു വലിയ സമൂഹത്തിന്റെ അടുക്കലേക്കാണ് നിങ്ങൾ വന്നു ചേർന്നിരിക്കുന്നത്. മരണാനന്തരം നാം കടന്നു പോകുന്നത് ഒരു വലിയ സമൂഹത്തിന്റെ അടുക്കലേക്കാണെന്ന് ഈ വാക്യം പറയും. എബ്രായർ 12:22-24 വരെ. മറ്റൊരു വാക്യം റോമർ 14:8. റോമർ 14:8. എന്താണ് ആ വാക്യം? റോമർ 14:8. We belong to God. Even if we live or we die, we belong to God.
മരിച്ചു കഴിഞ്ഞ് നാം കർത്താവിന്റെ വകയായി തുടരുകയാണ് വാക്യം പറയുന്നത്. റോമർ 14:8. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. വി ബിലോങ് ടു ക്രൈസ്റ്റ്, വി ബിലോങ് ടു ദ ലോർഡ്. ഈവൻ ഇഫ് വി ലിവ് ഓർ വി ഡൈ, വി ബിലോങ് ടു ലോർഡ്. മരണാനന്തര അവസ്ഥ എന്ന് പറഞ്ഞാൽ നാം അവൻ്റെതായി തീരുകയാണ്. എന്തിനു ഭാരപ്പെടണം? നമ്മൾ അവൻ്റെതായി തീരുകയാണ്. മറ്റൊരു വാക്യം, എഫേസ്യ ലേഖനം 2-ാം അധ്യായം 20 മുതൽ 22 വരെ. എഫേസ്യർ 2:20 മുതൽ 22 വരെ. വാങ്ങിപ്പോയ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സഭയുടെ സജീവമായ അടിസ്ഥാനമാണ്. വാങ്ങിപ്പോയ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. എഫേസ്യർ 2:20-22 വരെ. യേശുക്രിസ്തു തന്നെ മൂലക്കല്ല്, നിങ്ങളെ അപ്പോസ്തലൻ പ്രവാചകന്മാരെന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. അവൻ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ ബന്ധിരമായി വളരുന്നു. ക്രൈസ്റ്റ് കോർണർ സ്റ്റോൺ, മൂലക്കല്ല്. അപ്പോസ്റ്റൽസ് ആൻഡ് പ്രോഫറ്റ്സ് ഫൗണ്ടേഷൻ. ദ ചർച്ച് ഇസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. മന്ദിരമാണ്, ക്രിസ്തുവിന്റെ മന്ദിരമാണ്. വീണ്ടും ഫിലിപ്പർ 1:21 പൗലോസ് പറയാം, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. എന്തുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറയുന്നത്? കൂടുതൽ സമയം കിട്ടും പ്രാർത്ഥിക്കും. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭമാണ്. പ്രാർത്ഥിക്കാൻ, മറ്റവർക്ക് കൂടി പ്രാർത്ഥിക്കാൻ ഒക്കെ കൂടുതൽ സമയം കിട്ടുകയാണ്. അതുകൊണ്ടാണ് മരണം ലാഭം എന്ന് പറയുന്നത്. മറ്റൊരു വാക്യം 1 കൊരിന്ത്യർ 15:29. വാങ്ങിപ്പോർക്ക് വേണ്ടി സ്നാനം കഴിക്കാനെ കുറിച്ച് പറയാം. വാങ്ങിപ്പോർക്ക് വേണ്ടി സ്നാനമെങ്കിൽ എന്തുകൊണ്ട് പ്രാർത്ഥന പാടില്ല? വാങ്ങിപ്പോർക്ക് വേണ്ടി സ്നാനം 1 കൊരിന്ത്യർ 15:29. അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നവർ എന്ത് ചെയ്യും? മരിച്ചവർ കേവലം ഉയർക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നത് എന്തിന്? മരിച്ചവർക്ക് വേണ്ടി സ്നാനം കഴിക്കുന്ന പ്രാക്ടീസിനെ കുറിച്ച് പറയുകയാണ് പൗലോസ്. വാങ്ങിപ്പോർക്ക് വേണ്ടി സ്നാനമെങ്കിൽ എന്തുകൊണ്ട് പ്രാർത്ഥന പാടില്ല? ഇത്രയും വാങ്ങിപ്പോർക്ക് വേണ്ടി അത് അർത്ഥവത്താണ്, മീനിങ് ആണ്. നമ്മൾ ചിലരൊക്കെ മരണത്തെക്കുറിച്ച്, ഉദാഹരണം പറഞ്ഞ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, മോശ, അഹറോൻ, അവരുടെ മരണത്തെക്കുറിച്ച് എന്താ പറയുന്നത്? ഉൽപ്പത്തി 25:8. വയോവൃദ്ധനും കാലസമ്പൂർണമായി തീർന്ന അബ്രഹാം തികഞ്ഞ വാർദ്ധക്യത്തിൽ മരിച്ചു, തന്റെ ജനത്തോട് ചേർന്നു. മരണം ഒരു സമൂഹത്തോട് ചേരുകയാണ്, ഒരു വലിയ സമൂഹത്തോട് ചേരുകയാണ്, തന്റെ ജനത്തോട് ചേർന്നു. ഇസഹാക്കിന്റെ മരണം ഉൽപ്പത്തി 35:29. ഇസഹാക്കിന്റെ മരണം 35:29, തന്റെ ജനത്തോട് ചേർന്നു. യാക്കോബിന്റെ മരണം ഉൽപ്പത്തി 49:33, തന്റെ ജനത്തോട് ചേർന്നു മരിച്ചു. അഹ്റോന്റെയും മോശയുടെയും മരണം ആവർത്തനം 32:50, തന്റെ ജനത്തോട് ചേർന്നു. ഒരു വലിയ സമൂഹത്തോട് ചേരുകയാണ്. കണ്ടു. യോഹന്നാൻ, വീണ്ടും യോഹന്നാൻ 11:43. മരിച്ച ലാസറിന്റെ കല്ലറയ്ക്കൽ വന്ന് യേശു പ്രാർത്ഥിച്ചു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരികയെന്ന് ഉറക്കം വിളിച്ചു. അവൻ പുറത്തു വന്നു. ലാസറസ് കം ഔട്ട് എന്ന് യേശു പറഞ്ഞപ്പോ കല്ലറയിൽ നിന്ന് പുറത്തു വന്നു. ഇപ്പൊ കേൾക്കാൻ കഴിയും. പുറത്തു വന്നു. മരിച്ച ലാസറിന്റെ കല്ലറയ്ക്കൽ വന്ന് യേശു പ്രാർത്ഥിച്ചു. ഇപ്പൊ മരിച്ചവരുടെ കല്ലറയ്ക്കൽ നാം പോയി പ്രാർത്ഥിക്കണം. യേശു ദൂരെ ഇരുന്ന് എഴുന്നേക്കാൻ പറഞ്ഞാൽ മതിയായല്ലോ, ഉയർക്കാൻ പറഞ്ഞാൽ മതിയായിരുന്നു. അതല്ല, പ്രാക്ടീസ്. നിലവിലിരുന്ന യഹൂദന്മാരുടെ പ്രാക്ടീസ് കർത്താവ് അതിനെ പിന്തുടരുകയാണ്. മരിച്ച ലാസറിന്റെ കല്ലറയ്ക്കൽ യേശു എന്നു പ്രാർത്ഥിച്ചു. മരിച്ചവരുടെ കല്ലറയ്ക്കൽ ചെന്നു മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവിന്റെ മാതൃകയാണ്. വീണ്ടും വിശുദ്ധർ ഭൂതകാലം അറിയുന്നു, ഭാവികാല സംഭവങ്ങളും അറിയുന്നു. വിശുദ്ധരെ കുറിച്ച് പറയുകയാണ്. ആരാണ് ഈ സെയിൻസ് എന്നുള്ള ഒരു പാഠം അവിടെ ലഭിക്കുകയാണ്. മരിച്ചുപോയ ശമൂവേൽ സംസാരിക്കുന്നു, ഭാവി കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. ശമൂവേൽ 1 ശമൂവേൽ 28:3 പറയുന്നു, എന്നാൽ ശമൂവേൽ മരിച്ചുപോയിരുന്നു. 1 ശമൂവേൽ 28:3. അല്പം കഴിഞ്ഞ് 1 ശമൂവേൽ 28:15 മുതൽ 19 വരെ പറയുന്നു, ശൗൽ മരിച്ച ശമൂവേലിനോട് പറഞ്ഞു, ഞാൻ വളരെ കഷ്ടത്തിലായിരിക്കുന്നു, ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുന്നു. അപ്പോൾ ശമൂവേൽ പറയാ 16-17 വാക്യങ്ങൾ. 1 ശമൂവേൽ 28. രാജ്യത്വം യഹോവ നിന്റെ കയ്യിൽ നിന്ന് പറിച്ചെടുത്ത് നിന്റെ കൂട്ടുകാരനായ ദാവീദിന് കൊടുത്തിരിക്കുന്നു. അപ്പൊ മരിച്ചവർക്ക് ശമൂവേൽ മരിച്ച ആളാണ്. മരിച്ചു അവിടെ പറയുന്നുണ്ട്.
അപ്പൊ സംസാരിക്കുന്നു, ഭാവി കാര്യങ്ങൾ അറിയിക്കുന്നു. മരിച്ചവർക്ക് ഭാവി കാര്യങ്ങൾ അറിയാൻ സാധിക്കും, മരിച്ചവർക്ക് സംസാരിക്കാൻ കഴിയുന്ന ആ വാക്യം പറയാം. വീണ്ടും എബ്രായർ 13:7, നമ്മളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളി, അവരുടെ ജീവസ്ഥാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. നമ്മളോട് ദൈവവചനം പ്രസംഗിച്ച് നടത്തിയവർ വാങ്ങിപ്പോയവരുണ്ട്, ജീവിച്ചിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും ഓർത്തുകൊള്ളി പറയും. ഓർക്കുക മീൻസ് പ്രാർത്ഥനയുടെ ഐക്യമാണ് ഓർക്കുക എന്ന് പറയുന്നത്. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നടത്തിയവരെ ഓർത്തുകൊള്ളു. ആ ദൈവവചനം പ്രസംഗിച്ച് നടത്തിയവരെ മരിച്ചു, അവർ കുറച്ചുപേര് മരിച്ചു കാണും. അപ്പൊ ജീവനോടിരിക്കുന്നവരും കാണും, മരിച്ചവരും കാണും. അവരെ ഓർത്തുകൊള്ളിൽ വിശ്വാസത്തിൽ പ്രാർത്ഥനയിൽ ഐക്യപ്പെടുമെന്ന് അവിടെ പറയുന്നത്. മോശയും അഹ്റോനും മരണശേഷം ഇസ്രായേലിയർക്ക് വേണ്ടി, മോശയുടെയും അഹ്റോന്റെയും മരണശേഷം ഇസ്രായേലിയർ 30 ദിവസം വിലപിച്ചു. ഈ വിലാപം പ്രാർത്ഥനയാണ്. 30 പുസ്തകം ലാസ്റ്റ് ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നു. മോശയുടെയും അഹ്റോന്റെ ഒക്കെ മരണത്തെ കുറിച്ച് വായിക്കുന്ന ഭാഗത്ത് മരണശേഷം ഇസ്രായേലിയർ 30 ദിവസം വിലപിച്ചു. ആ വിലാപം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. വിലാപം. മറ്റൊരു വാക്യം പുറപ്പാട് 28:28. അഹ്റോൻ വിശുദ്ധ മന്ദിരത്തിൽ കയറുമ്പോൾ മരിച്ചുപോയ 12 ഗോത്രപിതാക്കന്മാരെ സ്മരിച്ചിരുന്നു. അഹ്റോൻ വിശുദ്ധ മന്ദിരത്തിൽ കയറുമ്പോൾ മരിച്ചുപോയ 12 ഗോത്രപിതാക്കന്മാരെയും സ്മരിച്ചിരുന്നു. പുറപ്പാട് 28:28. വാങ്ങിപ്പോയവരൊക്കെ ഓർത്തുകൊണ്ടാണ് ഓരോ പ്രവൃത്തി ചെയ്യേണ്ടതാണ്, ആരാധിക്കേണ്ടതും അങ്ങനെ. അഹ്റോൻ വിശുദ്ധ മന്ദിരത്തിൽ കയറുമ്പോൾ മരിച്ച ഗോത്രപിതാക്കന്മാരെയൊക്കെ ഓർത്തില്ല. തൽക്കാലം ഞാൻ വാങ്ങിപ്പോയുടെ അവസ്ഥയെക്കുറിച്ച് അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്റർസെഷൻ ഓഫ് ദ സെയിൻസ്, പരിശുദ്ധന്മാരുടെ മധ്യസ്ഥതയെക്കുറിച്ച് ചില വാക്യങ്ങൾ നമുക്ക്. ഇന്റർസെഷൻ ഓഫ് ദ സെയിൻസ്, വിശുദ്ധരോടുള്ള മധ്യസ്ഥം. ഒരു കാര്യം മനസ്സിലാക്കണം, യേശുക്രിസ്തു ദൈവം, രക്ഷകന്, വീണ്ടെടുപ്പുകാരൻ, ഏക മധ്യസ്ഥനാണ്. ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ദി ഒൺലി മീഡിയേറ്റർ. ദൈവത്തോട് നമ്മൾ, കർത്താവിനോട് നമ്മൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. വിശുദ്ധരോട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നില്ല. വിശുദ്ധരെ ഒരിക്കലും ദൈവമാക്കരുത്. യേശുവിന്റെ സ്ഥാനം വിസ്തർക്കില്ല. വിശുദ്ധരോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ദൈവമേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന്, വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന്. വിശുദ്ധർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നാം വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സെയിൻസ് അത് വൺ വേ ട്രാഫിക് അല്ല. വിശുദ്ധർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നാം വിശുദ്ധർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥനയിൽ ഐക്യപ്പെടും. നമ്മൾ കണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥനയിൽ ഐക്യപ്പെടും. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ്. യാക്കോബ് 5:16, യാക്കോബിന്റെ ലേഖനം 5:16, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അവിടെ നീതിമാൻ എന്നാരെ? വിശുദ്ധനാ നീതിമാൻ എന്ന് പറയുന്നത്. വിശുദ്ധന്റെ വേറൊരു പേരാ ദ റൈച്ചസ് പീപ്പിൾ. വിശുദ്ധൻ. ദ പ്രേയേഴ്സ് ഓഫ് എ റൈച്ചസ് മാൻ ഹാസ് ഗ്രേറ്റ് പവർ ഇൻ ഇറ്റ്സ് ഇഫക്ട്സ്. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. മറ്റൊരു വാക്യം 1 കൊരിന്ത്യർ 6:2. ചില പ്രത്യേക അധികാരങ്ങൾ ദൈവം വിശുദ്ധർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ വിശുദ്ധന്മാരെന്ന് പറയുന്നവർക്ക് സം സ്പെഷ്യൽ പവേഴ്സ്, ചില പ്രത്യേക അധികാരങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്. 1 കൊരിന്ത്യർ 6:2. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലേ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുന്നു. Do you not know that the saints will judge the world? So saints have got authority over the Gentiles. ലോകത്തിൽ ചില അധികാരങ്ങളുണ്ടാകും, ചില പ്രത്യേക അധികാരം. വീണ്ടും വെളിപാട് 2:26 നമ്മൾ കാണുന്നത് സെയിം മീനിങ്. വെളിപാട് 2:26, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. I will give him power over the nations. ജനങ്ങളുടെ മേൽ, ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. വിശുദ്ധന്മാർക്ക് ചില പ്രത്യേക അധികാരങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്. ജാതികളുടെ അധികാരം, സ്പെഷ്യൽ പവേഴ്സ്. അവിടെ നമ്മൾ പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കണേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുക, പ്രാർത്ഥനയിൽ ഐക്യപ്പെടുകയാണ്. വീണ്ടും
വെളിപാട് 6:9 മുതൽ 11 വരെ നമ്മൾ മുമ്പേ കണ്ട മറ്റൊരു പശ്ചാത്തലത്തിൽ കണ്ട വാക്യമാണ്. മരിച്ചുപോയ വിശുദ്ധരിൽ ചിലർ ഭൂമിയിൽ വസിക്കുന്നവരുടെ പ്രാർത്ഥനകളെ കർത്തൃസന്നിധിയിൽ സമർപ്പിക്കുന്നു. വെളിപാട് 6:9 മുതൽ 11 വരെ മനസ്സിരുത്തി വായിക്കണം. വീട്ടിൽ പോയി മനസ്സിരുത്തി വായിക്കണം. മരിച്ചുപോയ വിശുദ്ധരിൽ ചിലർ ഭൂമിയിൽ വസിക്കുന്നവരുടെ പ്രാർത്ഥനകളെ കർത്തൃസന്നിധിയിൽ സമർപ്പിക്കും. മറ്റൊരു വാക്യം മത്തായി 10:41. മത്തായി 10:41. നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവർ നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. നീതിമാൻ വിശുദ്ധനാണ്. നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. സദൃശ്യവാക്യങ്ങൾ 10:7. നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടു. ദ മെമ്മറി ഓഫ് ദ റൈച്ചസ് ഈസ് ബ്ലെസ്സിംഗ്. വിശുദ്ധന്മാരുടെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടെന്ന് ബൈബിൾ പറയാം. സദൃശ്യവാക്യങ്ങൾ 10:7. വീണ്ടും വാങ്ങിപ്പോയവരുടെ അസ്ഥിക്ക് പോലും അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും. 2 രാജാക്കന്മാർ 13:20-21 വാക്യങ്ങൾ. മരിച്ചുപോയവരുടെ, പോയ വിശുദ്ധന്മാരുടെ, അല്ലെങ്കിൽ ഒരു പുണ്യവാൻ അവൻ വാങ്ങിപ്പോയാൽ ആ വിശുദ്ധന്റെ അസ്ഥിക്ക് പോലും അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും. 2 രാജാക്കന്മാർ 13:20-21. എന്നാൽ എലീശ മരിച്ചു. എലീശ ഒരു ഭക്തൻ, പുണ്യവാൻ, ഒരു വിശുദ്ധനാണ്. എലീശ മരിച്ചു. അവർ അവനെ അടക്കം ചെയ്തു. പിറ്റേ ആണ്ടിൽ 1 വർഷം കഴിഞ്ഞു അടക്കം ചെയ്തു. മോവാബിയരുടെ പടക്കൂട്ടങ്ങൾ ദേശത്തെ ആക്രമിച്ചു. ചിലർ മനുഷ്യനെ അടക്കം ചെയ്യുമ്പോൾ ഒരു പടക്കൂട്ടത്തെ കണ്ട് അയാൾ എലീശയുടെ കല്ലറയിൽ എഴുതി. അവൻ അതിൽ വീണ് എലീശയുടെ അസ്ഥികളെ തൊട്ടപ്പോൾ ജീവിച്ച് കാലൂന്ന് എഴുന്നേറ്റു. ഒരു വിശുദ്ധന്റെ അസ്ഥിയെ തൊട്ടപ്പോൾ മരിച്ച ഒരാൾ ജീവിച്ച് എഴുന്നേൽക്കും. മറ്റൊരു വാക്യം, വിശുദ്ധരുടെ വസ്ത്രങ്ങൾ മൂലം രോഗസൗഖ്യം ലഭിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 19:11-12. അപ്പോസ്തല പ്രവൃത്തികൾ 19:11-12. വിശുദ്ധരുടെ വസ്ത്രങ്ങൾ മൂലം രോഗസൗഖ്യം ലഭിക്കുന്നു. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവർത്തികൾ ചെയ്യിക്കയാൽ അവന്റെ മെയ്മേൽ നിന്ന് റൂമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. വിശുദ്ധന്മാരുടെ വസ്ത്രങ്ങൾ മൂലം സൗഖ്യം ലഭിക്കുകയാണ്. യേശുക്രിസ്തുവിന് മുമ്പുള്ള യഹൂദ സമൂഹം വിശുദ്ധരുടെ സംസർഗവും വിശുദ്ധരോടുള്ള മധ്യസ്ഥതയും ആചരിച്ചു. ഞാൻ അതുകൂടെ പറഞ്ഞ് എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കാൻ തൽക്കാലം. യേശുവിന് മുമ്പുള്ള യഹൂദ സമൂഹം വിശുദ്ധരുടെ സംസർഗവും വിശുദ്ധരോടുള്ള മധ്യസ്ഥതയും ആചരിച്ചിരുന്നു. They practiced the commemoration of saints and intercession of saints. യേശുക്രിസ്തുവിന് മുമ്പുള്ള യഹൂദ സമൂഹം, റെഫറൻസ് ഞാൻ പറയാം. 2 മക്കാബിയർ 15:12. ഓർത്തഡോക്സ് സഭകൾ അംഗീകരിക്കുന്ന പുസ്തകമാണ്. ഇന്റർ ടെസ്റ്റമെന്റൽ പീരീഡിലൊക്കെ കൂടുതൽ അപ്പോക്രിഫ പുസ്തകങ്ങൾ എന്ന് പറയും. മഹാജ്ഞാനം എക്ലിസിയാസ്റ്റിക്കസ് 44:1 മുതൽ. മഹാജ്ഞാനം എക്ലിസിയാസ്റ്റിക്കസ് 44:1 മുതൽ. 2 മക്കാബിയർ 15:12. 2 മക്കാബിയർ 12:43-45 വരെ. 2 മക്കാബിയർ 12:43-45 വരെ. തോബിത്ത് 12:12 മുതൽ 15 വരെ. അപ്പൊ വിശുദ്ധർ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു യഹൂദന്മാർ. ഞാൻ ആ വാക്യം വായിച്ച് കേൾപ്പിക്കാം. 2 മക്കാബിയർ 14:12 ജൂഡാസ് എന്ന മനുഷ്യൻ, ജൂഡാസ് ഒരു ദർശനത്തിൽ കാണുകയാണ്. മുൻ മഹാപുരോഹിതനായ ഓനിയാസ് 2 കൈയും ഉയർത്തി രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാങ്ങിപ്പോയൊരു മഹാപുരോഹിതൻ ഓനിയാസ് 2 കൈയും ഉയർത്തി രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് ദർശനത്തിൽ കാണുകയാണ്. ജൂഡാസ് എന്ന മനുഷ്യൻ ദർശനത്തിൽ കാണുന്നു. ഓനിയാസ് ഒരു വലിയ പുണ്യ മനുഷ്യനായിട്ട് അവർ കാണുന്നു. യഹൂദന്മാരുടെ ചരിത്രത്തിൽ ഓനിയാസ് 2 കൈയും നീട്ടി നാടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിശുദ്ധന്മാർ. മറ്റൊരു ദർശനത്തിൽ കാണുകയാണ്. 2 മക്കാബിയർ 12:43-45 വരെ. ജൂഡാസ് തന്റെ മരിച്ചുപോയവർക്ക് വേണ്ടി തങ്ങളുടെ പാപപരിഹാരത്തിനായി കർമ്മങ്ങൾ അനുഷ്ഠിക്കും.
2 മക്കാബിയർ 12:43-45 വരെ. യൂദാസ് തന്റെ മരിച്ചുപോയവർക്ക് വേണ്ടി അവരുടെ പാപപരിഹാരത്തിനായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. മരിച്ചവർക്ക് വേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. തോബിത്ത് 12:15 കൂടെ ഞാൻ ധരിക്കാം. തോബിത്തിന്റെ പുസ്തകം 12:15. ഒരു മാലാഹ ദർശനത്തിൽ വന്ന് പറയാം, ഞാൻ 7 പ്രധാന മാലാഹമാരിൽ ഒരുവനായ റഫായേലാകുന്നു. റഫായേൽ 7 പ്രധാന മാലാഹമാർ ഒന്നാണ്. ഗബ്രിയേൽ, മീഖായേൽ, റഫായേൽ പ്രധാന മാലാഹപ്പെട്ടതാണ്. ഞാൻ റഫായേലാകുന്നു. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ദൈവത്തിന്റെ മഹത്വ സിംഹാസനു മുമ്പാകെ സമർപ്പിക്കുന്നു. റഫായേൽ പറയാൻ, പ്രധാന മാലാഹ റഫായേൽ പറയാൻ, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ദൈവത്തിന്റെ മഹത്വ സിംഹാസനു മുമ്പാകെ ഞാൻ സമർപ്പിക്കും. ഇത്തരം അനുഷ്ഠാനങ്ങളെ യേശുക്രിസ്തു തള്ളിക്കളഞ്ഞില്ല. വാങ്ങിപ്പോർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വിശുദ്ധരുടെ മധ്യസ്ഥ അപേക്ഷിക്കുകയും ചെയ്യുന്ന യഹൂദ സമൂഹത്തിന്റെ ആ അനുഷ്ഠാനങ്ങൾ കർത്താവ് തള്ളി പറഞ്ഞില്ല. കർത്താവ് വന്നത് നീക്കുവാനല്ല, നിവർത്തിക്കുവാനാണ്. മത്തായി 5:17. എല്ലാം നീക്കിക്കളയാനല്ല, നോട്ട് ടു റിമൂവ് ബട്ട് ടു ഫുൾഫിൽ. നിവർത്തിക്കുവാനാണ് കർത്താവ് വന്നത്. സഭയിൽ അത് പറയുകയാണ്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നു. വിശുദ്ധരുടെ പ്രാർത്ഥന ദൈവമുമ്പാകെ, ദൈവമഹത്വ സിംഹാസനത്തിന് മുമ്പാകെ ഞാൻ സമർപ്പിക്കുന്നുണ്ട്. ഇപ്പൊ വിശുദ്ധന്മാരുടെ മധ്യസ്ഥത ആദിമസഭയും യഹൂദ സമൂഹത്തിന്റെ ആ വിശ്വാസം ഉൾക്കൊണ്ടു തുടർന്നു വന്നു. ഇന്നും ആ സഭ തുടർന്നു വരുന്നു. അതുകൊണ്ട് വാങ്ങിപ്പോയുടെ അവസ്ഥ എന്താണെന്നും വിശുദ്ധന്റെ അവസ്ഥ എന്താണെന്നും വിശുദ്ധരുടെ സംസർഗത്തെക്കുറിച്ചും വാങ്ങിപ്പോയവരുടെ അവസ്ഥയെക്കുറിച്ചും ഒക്കെ ഉള്ള വാക്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഞാൻ സമയമായതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ദയവായി നിങ്ങൾ കുറിച്ചെടുത്ത ഈ വാക്യങ്ങൾ വീട്ടിൽ പോയി പഠിക്കണം, പഠിപ്പിക്കണം. ഈ കാര്യങ്ങൾ കാണാത്തവരെയും വിശ്വസിക്കാത്തവരെ ഈ വാക്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കണം. യു ആർ ദ ടീച്ചേഴ്സ് ഓഫ് ദ ചർച്ച്. ആ ടീച്ചിങ് മിനിസ്ട്രി നിർവഹിക്കാൻ വേണ്ടിയാണ് ക്ലാസ് നടത്തുന്നത്. നിങ്ങളിലൂടെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ശ്രദ്ധയോടെ കേട്ടു എന്ന് മനസ്സിലാക്കുന്നു. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ചോദിക്കാനോ ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരമാണ്. യെസ്, വാങ്ങിപ്പോരോടുള്ള പ്രാർത്ഥനയും വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയെ സംബന്ധിച്ചുള്ള വേദപുസ്തക അടിസ്ഥിതമായ വളരെ മനോഹരമായ ഒരു ക്ലാസ്സാണ് വന്ദനായ മാത്യു വൈദ്യനച്ഛൻ ഇപ്പോഴ് എടുത്തത്. ഈ സമയത്ത് ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് 2-3 പേർക്ക് സംശയങ്ങൾ അച്ഛനോട് നേരിട്ട് ചോദിക്കാവുന്നതാണ്. മറ്റുള്ളവർക്ക് കൂടി അതിന്റെ ഉത്തരം പ്രയോജനപ്രദമാകുമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അച്ഛനുമായിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ചോദിക്കുവാനുള്ള അവസരം ഉണ്ടാവും. ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് നമ്മുടെ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് അതൊക്കെ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യണം, അന്വേഷിക്കണം, കണ്ടെത്തണം. ലൈബ്രറികളിലൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ ലഭ്യമാണ്. ഒരുപാട് പുസ്തകങ്ങൾ. ഞാൻ തന്നെ എഴുതിയൊരു പുസ്തകമുണ്ട്, 70 ക്വസ്റ്റ്യൻസ് ആൻസർ. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഉണ്ട്. 70 ചോദ്യങ്ങൾക്ക് ഉത്തരം. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ച് പഠിക്കണം എന്നുള്ള മറ്റു പുസ്തകങ്ങളൊക്കെ വായിച്ച് പഠിക്കണം. അതിനോടൊരു സ്നേഹം കാണിക്കണം, ഇഷ്ടം കാണിക്കണം, പഠനത്തോട് മനസ്സിലാക്കാൻ. അച്ഛാ, ഞാൻ ബറോഡയിൽ നിന്ന് മത്തായി അലക്സ് ആണ്. എനിക്കൊരു സംശയമുണ്ട്. അതായത് നമ്മുടെ ഈ പ്രൊട്ടസ്റ്റന്റുകാർ പറയുന്ന ഒരു വാക്യമാണ് എപ്പോഴും, മരിച്ചവരും മൗനതയിലിരിക്കുന്നവരും ദൈവത്തെ മഹത്വപ്പെടുന്നില്ല. അത് തീർന്നില്ല, അതുകൊണ്ടങ്ങ് തീർന്നില്ല. അത് കറക്റ്റ്, ബാക്കി അവർ എടുക്കുന്നില്ല. പക്ഷെ എല്ലാരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു എല്ലാവരും നമ്മുടെ ജനറേഷൻ. അതെ അതെ, ആ ഒരു വാക്യം പറഞ്ഞുകൊണ്ടാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. മരിച്ചവരും മൗനമിറങ്ങിയവരും ആരും യഹോവയെ സ്തുതിക്കുന്നില്ല എന്ന് പറയാൻ. അത് മൗനമിറങ്ങിയ വിശ്വാസമില്ലാത്തവരും കുറിച്ചാണ്, നിരാശയോടെ മരിക്കുന്നവരല്ല. നാമോ നമ്മുടെ അനുഭവം അതല്ല. ഇന്നു മുതൽ എന്നേക്കും യഹോവയെ സ്തുതിക്കും.
അപ്പം അവരെ വിശ്വാസമില്ലാത്തവരെ കുറിച്ചാണ്, അതെ, വിശ്വാസവും പ്രത്യാശയും ഇല്ലാതെ വാങ്ങിപ്പോരെ കുറിച്ച് അവിടെ പറയുന്നുള്ള മനസ്സിലാക്കി. അതെ പറയുന്നത്. ശരി അച്ഛാ. ഓക്കെ. മറ്റാർക്കെങ്കിലും ചോദ്യങ്ങൾ അച്ഛനോട് ചോദിക്കാറുണ്ടെങ്കിൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടെങ്കിൽ 1-2 പേർ കൂടി അവസരം ഉണ്ടാവും. അച്ഛൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഞങ്ങളുടെ മരിച്ചുപോയ നമ്മുടെ അച്ഛനും അമ്മമാരും നമ്മുടെ സ്വപ്നത്തിൽ വന്ന് നമ്മളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യും. അത് റിയൽ അത് അനേകരുടെ അനുഭവം. നമുക്ക് ഈ അനുഭവം നിഷേധിക്കാൻ ഒക്കെയില്ല. മുമ്പേ നമ്മൾ കാരണം ഒരു കാര്യം പറഞ്ഞു, റഫേൽ വന്ന് ഞാൻ വിശുദ്ധയുടെ പ്രാർത്ഥനയൊക്കെ സമർപ്പിക്കുന്നു പറഞ്ഞു. ദർശനത്തിലൊക്കെ വന്നു, ദർശനത്തിൽ പ്രത്യക്ഷപ്പെടുകയും സംസാരിക്കുകയും ചെയ്ത അനേകം അനുഭവങ്ങൾ, അനുഭവങ്ങൾ പറയാറുണ്ടല്ലോ, ഒരുപാട് അനുഭവങ്ങൾ. അതെ, ചിലവരുടെ ചിലരെ പറ്റി പറയും, എന്റെ അപ്പച്ചൻ എന്റെ അമ്മച്ചൻ മരിക്കാൻ കിടക്കുമ്പോ സമയം, വെള്ളിയാഴ്ചയായി അമ്മച്ചൻ, അങ്ങനെയുള്ള അനുഭവങ്ങൾ. അതുപോലെ ദർശനത്തിൽ സംസാരിക്കുന്ന അനുഭവം നമുക്ക് നിഷേധിക്കാൻ ഒക്കെയില്ല. അതെ, എല്ലാ ഉത്തരങ്ങളും നിഷേധിക്കാൻ ഒക്കെയില്ല, അനുഭവങ്ങൾ നിഷേധിക്കാൻ ഒക്കെയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ യുക്തിക്ക് അപ്പുറമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. മിസ്റ്ററീസ്, ഡിവൈൻ മിസ്റ്ററീസ്. നമ്മൾ പലപ്പോഴും ഈ 2 തവളക്കുഞ്ഞുങ്ങളുടെ കഥ പറയും. വെള്ളത്തിനടിക്കാനൊക്കെ തവളക്കുഞ്ഞുങ്ങൾ. ഒരു തവളക്കുഞ്ഞ് മറ്റു തവളക്കുഞ്ഞ് പറയാം, തവളച്ചേച്ചി ഞാൻ മേലോട്ട് നോക്കട്ടെ, വെള്ളം കൂടാ വല്ലതും ഉണ്ടോ നോക്കട്ടെ. മറ്റേ തവളച്ചേച്ചി പറയാ, ഒന്നും നോക്കണ്ട, വെള്ളം കൂടാ ഒന്നുമില്ല. അപ്പൊ ഈ കാണുന്നതൊക്കെ ഉള്ളൂ, ഈ ഇട്ടാവട്ടത്തിലേ ഉള്ളൂ നമുക്ക്. ഒത്തിരി പ്രതിഭാസങ്ങളുണ്ട്. നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും അപ്പുറമായ ഒരുപാട് പ്രതിഭാസങ്ങളുണ്ട്. ആ പ്രതിഭാസങ്ങൾക്കകത്ത് വാക്കുകളുടെ സംസർഗം അനേകം കഴിയുന്നു. ഡോക്ടർ VR കൃഷ്ണയ്യർ പോലുള്ളവര് തന്റെ മരിച്ചുപോയ ഭാര്യയുമായി സംസാരിച്ചതൊക്കെ പേപ്പറിലൊക്കെ വായിക്കാറുണ്ടായിരുന്നു. അനേകം അനുഭവങ്ങളാണ് വാങ്ങിപ്പോയവരുമായി സംസാരിക്കുക. നിഷേധിക്കാനൊക്കെ സംസാരിക്കും. ബൈബിൾ പറഞ്ഞല്ലോ, ശമൂവേലിനെ പറഞ്ഞു, മരിച്ചുപോയ ശമൂവേൽ സംസാരിക്കുകയാണ്, ജീവിച്ചിരിക്കുന്ന ശമൂവേലിനോട് സംസാരിക്കും, ഭാവി കാര്യങ്ങൾ അറിയിക്കുക. അപ്പൊ ബൈബിൾ വിശ്വസിക്കുന്നവർക്ക് എന്താണ് സാധ്യം? വേദപുസ്തകം വിശ്വസിക്കുന്നവർ അവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ. കൂടുതൽ സംശയങ്ങൾ എഴുതി വരുന്നുണ്ട്. നമുക്ക് സമയത്തിന്റെ ദൗർലഭ്യം നിമിത്തം അതിലേക്ക് കടക്കാനായിട്ട് സാധിക്കുന്നില്ല. നമുക്ക് ഇത് സമാപിപ്പിക്കാം. വന്ദനായ മാത്യു വൈദ്യനച്ഛൻ വേദപുസ്തകത്തിൽ അധിഷ്ഠിതമാക്കിക്കൊണ്ട് ഈ 2 വിശ്വാസത്തെ വളരെ ആഴമായിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നു. കൂടുതൽ വായിക്കുവാനും പഠിക്കുവാനുമുള്ള അവസരങ്ങൾ വിനിയോഗിക്കുവാനായിട്ട് ഇടയാകട്ടെ. അച്ഛൻ്റെ പുസ്തകങ്ങളെക്കുറിച്ച് ഇവിടെ ഓർപ്പിക്കുകയുണ്ടായി. ഇതേ ആശയങ്ങൾ തന്നെ കൂടുതൽ ഗഹനമായിട്ട് അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം നേരിടുന്ന പല ചോദ്യങ്ങൾക്ക് അച്ഛൻ്റെ ഈ ക്ലാസ് മുഖാന്തരം നമുക്ക് ഉത്തരം ലഭിച്ചു എന്നാണ് കരുതുന്നത്. അച്ഛനെ വളരെ സന്തോഷത്തോടെ നമ്മുടെ ക്ഷണം സ്വീകരിക്കുകയും ഈ വേദ പഠന ക്ലാസ്സിൽ കടന്നു വന്ന് നമ്മളെ അനുഗ്രഹിക്കുകയും ധന്യരാക്കുകയും ചെയ്തതിൽ അച്ഛനോടുള്ളതായ അഹമ്മദാബാദ് ഭദ്രാസനത്തിന്റെ തിരുമേനിയുടെ എല്ലാ വൈദികരുടെ വിശ്വാസ സമൂഹത്തിൻ്റെതായ സ്നേഹവും സന്തോഷവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. തിരുമേനിയുടെ സാന്നിധ്യം ഏറ്റവും സന്തോഷകരമാണ്. വന്യ വൈദികരോടും അതുപോലെ തന്നെ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന 158 വരെ ഇന്ന് അറ്റൻഡൻസ് ഉണ്ടായിരുന്നു. എല്ലാവരോടുള്ളതായ സന്തോഷവും സ്നേഹവും അറിയിക്കട്ടെ. രണ്ടാമത് ഗൂഗിൾ അറ്റൻഡൻസ് ഇതിനകത്ത് ഗ്രൂപ്പിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇന്ന് സംബന്ധിച്ച എല്ലാവരും തന്നെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുവാനായിട്ട് ശ്രമിക്കുമല്ലോ. അതോടൊപ്പം തന്നെ നമ്മുടെ ബൈബിൾ സമ്മറി അതിൻ്റെ